Psc Arivu എല്ലാവർക്കും സ്വാഗതം. കേരള PSCയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തു തരുന്നതാണ്. അതുപോലെ തന്നെ മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾക്കുമായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ 10th ലെവൽ പ്രാഥമിക പരീക്ഷ ഫൈനൽ ആൻസർ കീ 4ാം ഘട്ടം 13/3/2021 നടന്ന 4ാം ഘട്ട പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് 2 ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. 2 ചോദ്യങ്ങളാണ് ഡിലീഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളവർ കോഡ് A താഴോട്ട്, B താഴോട്ട്, C താഴോട്ട് അങ്ങനെ നോക്കുക കേട്ടോ. ഡിലീഷൻ 2 വന്നു കഴിയുമ്പോൾ 98ലാണ് ആൻസർ പിന്നെ മാർക്ക് വരുന്നത് കേട്ടോ. മാർക്ക് കിട്ടുമോ പോവുമോ ഒന്നുമില്ല. 100 എന്നുള്ളത് 98ലാണ് നമുക്ക് മാർക്ക് വരുന്നത്. ഒത്തിരി പേര് കമൻറ്റ് ബോക്സിൽ അങ്ങനെ സംശയം പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, മെയിൻ എക്സാമിന് വേണ്ട സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്, സ്കൂൾ പാഠപുസ്തകം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ഓരോ ചാപ്റ്റർ വെച്ച് നമുക്ക് പഠിച്ചെടുക്കാം. തുടർ ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, കുറേ ക്ലാസ്സുകൾ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനിയും അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ ഉള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നോക്കുക. ഓരോ കോഡ് അനുസരിച്ചുള്ള പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നോക്കിയാൽ മതി. വലിയൊരു കട്ട് ഓഫ് പ്രതീക്ഷിക്കേണ്ട കാര്യം ഇല്ല കേട്ടോ. വലിയൊരു കട്ട് ഓഫ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പിന്നെ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് പഠിക്കാതെയും ഇരിക്കരുത്. ഏത് രീതിയിലാണ് കട്ട് ഓഫ് വരുന്നതെന്നുള്ളത് നമുക്ക് PSC ലിസ്റ്റ് വരുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. ആളുകളുടെ എണ്ണം ലിസ്റ്റിൽ കൂടുതലായിരിക്കും. എന്തായാലും കുറച്ചൊരു ലിസ്റ്റ് പ്രതീക്ഷിക്കേണ്ട. ഒത്തിരി തസ്തികയ്ക്ക് വേണ്ടിയുള്ള പരീക്ഷയല്ലേ, അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് കുറവായിരിക്കും. നിങ്ങൾ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് മെയിൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. പഠിക്കുക കേട്ടോ, പഠിച്ചോണേ. ഓക്കെ, ഞാൻ പരമാവധി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. മെയിൻ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ചും, സിലബസ് വന്ന ഉടനെ നമുക്ക് സിലബസിൻ്റെ അനുസരിച്ച് ഇപ്പം തന്നെ LDCയുടെ സിലബസ് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. LDC സിലബസ് അത് തന്നെ ഉള്ളൂ. നമ്മുടെ പണ്ടത്തെ LDC ഇല്ലേ, ഇപ്പോഴല്ലേ 2 ഘട്ടം വരുന്നത്. ആ പണ്ടത്തെ LDC സിലബസ് റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാർച്ച് വരെയുള്ള 2021 മാർച്ച് വരെ, 2020 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2021 മാർച്ച് വരെ ഉള്ളതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കരുത്. ഓക്കെ, ഈ വീഡിയോ പ്രയോജനപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. സബ്സ്ക്രൈബും ചെയ്യണേ.